ഇന്ന് നടക്കുന്ന പോരാട്ടങ്ങളോടുകൂടി ഗ്രൂപ്പ് റൗണ്ട് അവസാനിക്കും. പിന്നെ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് നോക്കൗട്ട് പോരാട്ടങ്ങൾക്കാണ്. റൗണ്ട് ഓഫ് 32-വിൽ ഏകദേശം എതിരാളികളായിട്ടുണ്ട്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ക്യാപ് വെർദെയെയും നോർവേക്ക് ഐവറി കോസ്റ്റയെയും ബ്രസീലിന് ജപ്പാനെയും അമേരിക്കക്ക് ബോസ്നിയയെയും ഫ്രാൻസിന് സ്വീഡനെയും ജർമ്മനിക്ക് പരാഗ്വേയെയും വമ്പന്മാരായ നെതർലാൻഡിന് വമ്പന്മാരായ മൊറോക്കോയെയും കാനഡയ്ക്ക് സൗത്ത് ആഫ്രിക്കയെയും എല്ലാം ലഭിച്ചിട്ടുണ്ട്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ക്യാപ് വെർദെയെയാണ് ലഭിച്ചിരിക്കുന്നത്. സ്പെയിനും ഉറുഗ്വേയും സൗദിയും ക്യാപ് വെർദെയും അടങ്ങുന്ന ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായിരിക്കും അർജന്റീനയെ നേരിടേണ്ടി വരിക. അങ്ങനെ ഇന്നലെ നടന്ന പോരാട്ടത്തിൽ ക്യാപ് വെർദെ സമനില നേടുകയും ഉറുഗ്വേയെ പുറത്താക്കിക്കൊണ്ട് അവർ ആ ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരാവുകയും ചെയ്തു. ഇതോടെ റൗണ്ട് ഓഫ് 32-വിൽ അർജന്റീനയ്ക്ക് തങ്ങളെക്കാൾ ചെറിയ ക്യാപ് വെർദെയെ ലഭിച്ചു. അതുപോലെ തന്നെ പ്രീ ക്വാർട്ടറിലും അർജന്റീനയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. ഓസ്ട്രേലിയയെയും ഈജിപ്തിനെയുമാണ് അർജന്റീനയ്ക്ക് ലഭിച്ചത്. ഇനി ക്വാർട്ടർ ഫൈനലിലേക്ക് വരികയാണെങ്കിൽ ഒന്നെങ്കിൽ സ്വിറ്റ്സർലാൻഡോ അല്ലെങ്കിൽ കൊളംബിയയോ അല്ലെങ്കിൽ ക്രൊയേഷ്യയോ ആയിരിക്കും അർജന്റീനയുടെ എതിരാളികൾ. ഇങ്ങനെയൊരു ഫിക്സർ വന്നത് മുതൽ ചില ആരാധകർ പറയുകയാണ് അർജന്റീനയെ ഫിഫ സഹായിച്ചതാണ്. എങ്ങനെയാണ് ഇത്രയും എളുപ്പമുള്ള എതിരാളികളെ ലഭിക്കുക? സെമി ഫൈനൽ വരെ അർജന്റീനയ്ക്ക് ഫിഫ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എന്ത് വിവരമില്ലായ്മയാണ് ഈ പറയുന്നതെന്നാണ് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്. ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും ലിയോ മെസ്സി കുറച്ച് പൈസ കൊടുത്തുകൊണ്ട് ഉറുഗ്വേയെ വിലക്ക് വാങ്ങിയതാണെന്ന്, ബെൽജിയം 5 ഗോൾ നേടാൻ വേണ്ടി കുറച്ച് പണം കൂടുതൽ നൽകിയെന്ന്. എന്ത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഈ ചില ആരാധകർ സംസാരിക്കുന്നത്? എങ്ങനെയാണ് അർജന്റീനയ്ക്ക് ക്യാപ് വെർദെയെ പോലുള്ള കുഞ്ഞൻ ടീമിനെ ലഭിച്ചത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സ്പെയിനും ഉറുഗ്വേയും ക്യാപ് വെർദെയും സൗദിയും അടങ്ങിയ ഗ്രൂപ്പായിരുന്നു അത്. ഇവിടെ ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായി സ്പെയിൻ മുന്നേറുമെന്ന് ഏകദേശം എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തു. ഉറുഗ്വേ 2ാം സ്ഥാനത്തെത്തുമെന്നായിരുന്നു പ്രവചനം. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഉറുഗ്വേ 2 പോയിന്റോടെ പുറത്താവുകയായിരുന്നു. അർജന്റീനയുടെ എതിരാളികളായി ഉറുഗ്വേ വരുമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ ക്യാപ് വെർദെ എന്ന ടീമിനെ എടുത്തു നോക്കൂ. അവർ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമായ സ്പെയിനിനെ വിറപ്പിച്ചു. ഗ്രൂപ്പിൽ ഒരു തോൽവി പോലും ഇല്ലാതെയാണ് അവർ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ആരും ചിന്തിച്ചില്ല ഈ ടീം ക്വാളിഫൈ പോലും ചെയ്യുമെന്ന്. ഈ ടീമാണിപ്പോൾ അർജന്റീനയ്ക്ക് റൗണ്ട് ഓഫ് 32-വിലെ എതിരാളികളായി വന്നിരിക്കുന്നത്. വേൾഡ് കപ്പിനെ ഒന്നടക്കം വിറപ്പിച്ചുകൊണ്ട് വേൾഡ് കപ്പിലെ താങ്കളുടെ അസാധ്യ പ്രകടനവും പിന്നെ ഗ്രൂപ്പ് ജെയിൽ അർജന്റീനയുടെ 1ാം സ്ഥാനവുമാണ് അർജന്റീനയ്ക്ക് ക്യാപ് വെർദെയെ സമ്മാനിച്ചത്. അല്ലാതെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? ഇനി പ്രീ ക്വാർട്ടറിൽ പറഞ്ഞത് ഓസ്ട്രേലിയയോ ഈജിപ്തോ ആണ് എന്നാണ്. ഓസ്ട്രേലിയ അറിയാത്തവർ 2022 ഖത്തർ വേൾഡ് കപ്പിലെ പ്രീ ക്വാർട്ടർ ഒന്ന് എടുത്തു കണ്ടാൽ മതി. അർജന്റീന ഓസ്ട്രിയ പോരാട്ടത്തിൽ അർജന്റീന 2-1 ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുന്നത്. അതും അവസാന നിമിഷം വരെ പ്രതിരോധത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട്. കളി കൈവിട്ടെന്ന് പലതവണ അർജന്റീന ആരാധകർ പോലും ചിന്തിച്ചിരുന്നു. അങ്ങനെ ഒടുവിൽ ഓസ്ട്രേലിയ അർജന്റീന 2-1 പരാജയപ്പെടുത്തിയത്. ഈ ടീമിനെയാണ് ചെറിയ ടീമെന്നവർ വിലയിരുത്തുന്നത്. ഇനി ക്വാർട്ടർ ഫൈനലിന്റെ കാര്യം എടുത്തു നോക്കാം. ക്വാർട്ടർ ഫൈനലിൽ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൊളംബിയയാണ്. കൊളംബിയ ലാറ്റിൻ അമേരിക്കൻ കരുത്തരാണ്. പിന്നെ മറ്റൊരു സാധ്യത യൂറോപ്യൻ വമ്പന്മാരായ സ്വിറ്റ്സർലാൻഡാണ്. സ്വിറ്റ്സർലാൻഡ് വരാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊന്ന് കഴിഞ്ഞ തവണ അർജന്റീന സെമി ഫൈനലിൽ തകർത്തെറിഞ്ഞ ക്രൊയേഷ്യയാണ്. ഈ 3 ടീമുകൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇനി ഇന്ന് നടക്കുന്ന കൊളംബിയ പോർച്ചുഗൽ പോരാട്ടത്തിൽ കൊളംബിയ പരാജയപ്പെടുകയാണെങ്കിൽ അർജന്റീനയുടെ എതിരാളികളായി വരിക പോർച്ചുഗലാണ്. പോർച്ചുഗൽ ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്തെത്തിയാൽ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന പോർച്ചുഗൽ മത്സരം കാണാനാകും. പിന്നെ എങ്ങനെയാണ് അർജന്റീനക്ക് ഇത്രയും കുഞ്ഞന്മാരാണെന്ന് നിങ്ങൾ പറയുന്നത്? വിവരമില്ലായ്മ കൊണ്ട് മാത്രമാണ് പലരും ഇങ്ങനെ പറയുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വേൾഡ് കപ്പിലെ കൂടുതൽ വാർത്തകളും ഫുട്ബോൾ വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.